രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് LDF ഉപേക്ഷിച്ച് ചർച്ച ജൂൺ 6 തുടങ്ങും. കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്ന പാർട്ടികളുമായി ചർച്ച നടത്തും. ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം നൽകി ജോസ് കെ മാണി അനുനയിപ്പിക്കാനാണ് തീരുമാനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം രാജ്യസഭാ സീറ്റ് ചർച്ചയിലേക്ക് കടക്കാനാണ് CPMന്റെ തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ പ്രാതിനിധ്യം കിട്ടാനുള്ള സാധ്യത മങ്ങിയെന്ന് വേണം കരുതാൻ. CPI സീറ്റ് വിട്ട് നൽകാൻ കഴിയില്ല എന്ന കടുംപിടുത്തം തുടരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ സ്ഥാനം നൽകി അനുനയിപ്പിക്കാനാണ് CPM നീക്കം. സീറ്റ് ആവശ്യപ്പെടുന്ന കേരള കോൺഗ്രസ് എം, RJD, NCP എന്നീ പാർട്ടികളുടെ നേതാക്കളുമായിട്ടാണ് ഉഭയകക്ഷി ചർച്ച. പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UDFൽ ജോസ് കെ മാണി മടങ്ങിവരുമെന്ന പ്രതീക്ഷ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തുള്ള UDFനൊപ്പം ചേരാൻ കേരള കോൺഗ്രസ് എം നേതാക്കൾക്ക് താൽപ്പര്യമില്ല. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടുമെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് എം നേതാക്കളുടെ നീക്കം. ഇപ്പോൾ LDF വിട്ടാൽ പാർട്ടി പിളരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് LDFൽ തുടരാനാണ് താൽപ്പര്യം. CPIക്ക് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവിന് നൽകാനാണ് നിലവിലെ തീരുമാനം. എന്നാൽ ചില മുതിർന്ന നേതാക്കൾ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. മുൻമന്ത്രി KP രാജേന്ദ്രൻ, രാജാജി മാത്യു എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി രാജ്യസഭയിലേക്ക് പോകാൻ ബിനോയ് വിശ്വത്തിന് താല്പര്യമുണ്ട്. എന്നാൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനാൽ പാർട്ടി അനുമതി നൽകില്ല. മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നൽകാനാണ് CPMൽ നീക്കം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും പാർട്ടിയിൽ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.